ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ, നാഥനോളം നാളിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വിശ്വാസ വീരന്മാരെക്കുറിച്ചാണ് നാം ധ്യാനിച്ചു വരുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിൽ നാം പഴയ നിയമ വിശുദ്ധന്മാരുടെ സാക്ഷ്യത്തെക്കുറിച്ച്, അവരെക്കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയുണ്ടായി. ഇയ്യോബിനെക്കുറിച്ചും ഹാബേലിനെ കുറിച്ചുമെല്ലാം. ഇയ്യോബിനെക്കുറിച്ച് തേജോമയനായ ദൈവം പറഞ്ഞു, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്നവനുമാകുന്നു എന്ന്. ഹാബേലിനെ കുറിച്ച് പറഞ്ഞു, ഹാബേൽ നീതിമാനാണ്, ഏബൽ എ റൈറ്റിയസ് മാൻ. ഹാനോക്കിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ, വൺ ഹൂ പ്ലീസ്ഡ് ഗോഡ്, ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ. സംഖ്യാപുസ്തകത്തിൽ കാലേബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വേറൊരു സ്വഭാവമുള്ള മനുഷ്യൻ, മാത്രമല്ല യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നവൻ. പിന്നീട് നാം ധ്യാനിക്കുകയുണ്ടായി അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. മോശയെക്കുറിച്ച് ദൈവം സാക്ഷിച്ചത് ലോകത്തിൽ വെച്ച് എല്ലാവരേക്കാൾ കൂടുതൽ സൗമ്യത ഉള്ള മനുഷ്യൻ, സൗമ്യനാണ്. മാത്രമല്ല അവൻ തികച്ചും വിശ്വസ്തനാണ് മോശ. പിന്നീട് നാം ദാവീദിനെ കുറിച്ചുള്ള സാക്ഷ്യം കേട്ടു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൈവത്തിനെ ബോധിച്ച പുരുഷൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് പുതിയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വിശ്വാസ വീരന്മാരെ കുറിച്ചാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന്, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വിശുദ്ധന്മാർ. നമുക്ക് ആദ്യം വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു നഥനയേൽ നടന്ന് തൻ്റെ അടുക്കലേക്ക് വരുന്നത് വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. എ മാൻ വിതൗട്ട് ഡ്യൂപ്ലിസിറ്റി. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വർഗീയ ശബ്ദമാണത്. ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്, അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ജീവിതത്തിൻ്റെ അകവും പുറവും വ്യക്തമായും സ്പഷ്ടമായും അറിയാവുന്ന തേജോമയനായ തീക്കടുത്ത കണ്ണുള്ള കർത്താവായി യേശുക്രിസ്തു തൻ്റെ അടുക്കലേക്ക് ഫിലിപ്പോസ് പറഞ്ഞു വിട്ടതായ നഥനയേൽ അടുത്തു വരുന്ന കണ്ടിട്ട് പറഞ്ഞു, ഇവനിൽ കപടമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവനിൽ കപടമില്ല. നഥനയേലും ബർത്തലോമായും ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പലരും വിശ്വസിക്കുന്നത്. ശിക്ഷഗണത്തിൽപ്പെട്ടതായ നഥനയേൽ കപടമില്ലാത്ത വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ, കാപട്യമില്ലാത്ത അപ്പോസ്തലൻ. ദൈവമക്കളെ, ദൈവം സാക്ഷിച്ച വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ വലിയൊരു കൊതി നമ്മുടെ അന്തരംഗത്തിൽ ഉദിക്കണം. ഞാനിന്ന് വാസ്തവത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇത് ഞാൻ ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്ന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സകലതും അറിയുന്ന ദൈവം നോക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങൾ എന്നെക്കുറിച്ച് പറയുമോ? ഞാൻ വാസ്തവത്തിൽ
ഹൃദയം നൊന്ത് കരഞ്ഞുപോയി. ഇതൊന്നും പറയാനോ പഠിപ്പിക്കാനോ യോഗ്യത എനിക്കില്ലല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നഥനയേൽ ഗലീലയിൽ കാനാ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. കാപട്യം മാത്രമുള്ള ലോകത്തിൽ ജനിച്ചു വളർന്നതായ ഒരു വ്യക്തി. പക്ഷേ എല്ലാം അറിയുന്ന ദൈവം അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനിൽ കപടമില്ല. നീ എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് നഥനയേൽ നിഷ്കളങ്കതയോട് ചോദിച്ചു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു വാക്ക് പറഞ്ഞു, അത്തിയുടെ ചോട്ടിലിരുന്ന് ധ്യാനിക്കുന്നത് എൻ്റെ കണ്ണ് കണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു വാച്യാർത്ഥത്തിൽ നഥനയേൽ അത്തിയുടെ ചോട്ടിലിരുന്ന് ദൈവവുമായി ബന്ധപ്പെടുന്നതും ഹൃദയം പകരുന്നതും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയാനൊക്കെയല്ല, വാച്യാർത്ഥത്തിൽ കാണുന്നില്ല. ദൈവമക്കളെ, പക്ഷെ ദൈവമെല്ലാം അറിയുന്നു. നമുക്ക് ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ആരും അറിയാതെ ഒരു ചെറിയ പ്രാർത്ഥനാ മുറിയുടെ മൂലയിൽ തറയിലൊരു പായുമിട്ടുകൊണ്ട് ഇരുന്നു കൊണ്ട് ഹൃദയം നുറുങ്ങി കരയുന്നത് കേൾക്കുന്ന 2 ചെവികൾ എൻ്റെ യേശുവിനുണ്ട്, കാണുന്ന 2 കണ്ണുകൾ എൻ്റെ യേശുവിനുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം. ഈ ദിവസങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹീസ് വെരി സെയിം അൺചേഞ്ചിങ് ജീസസ്. ഭവനത്തിലുള്ളവരെല്ലാവരും കൂടി പ്രാർത്ഥനയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ പൊതുവെ ഇപ്രകാരം പറയുകയുണ്ടായി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടക്കുന്ന കാലത്ത് എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്തുവോ, അതേ കർത്താവ് അതേ കരുത്തുള്ള ശക്തിയുള്ള കരങ്ങളുമായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെ എങ്ങനെ ആയിരുന്നുവോ അതുപോലെയാണ് ഇന്നും, ഇന്നെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നാളെയും. എന്ത് വലിയൊരു ആശ്വാസമാണ്. ഞാൻ എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കർത്താവിനെ കാണുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മൈ സ്വീറ്റ് ജീസസ് ഈസ് എ ലിവിങ് റിയാലിറ്റി ഫോർ മീ. എൻ്റെ പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തു അടിയനൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. യഹൂദന്മാരുടെ വീട് ചെറുതാണ്, അതിനകത്ത് വായു സഞ്ചാരം അധികമില്ല, വാതിലും ജനലുകളും ചെറുതാണ്, ചുരുക്കവുമാണ്. അവരുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഏതെങ്കിലും ഓരോരത്ത് സാധാരണ ഒരു അത്തിവൃക്ഷം കാണും, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ല ഗ്രോത്ത് ഫോം ഉള്ളതായ ഒരു അത്തിവൃക്ഷം. അതിൻ്റെ തണലിൽ അവരനേക സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവർ രഹസ്യ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്ന അത്തിയുടെ ചോട്ടിലാണ്. അവിടെ ചെന്നിരുന്ന് സ്വർഗത്തിലെ ദൈവവുമായി ബന്ധപ്പെടുന്നത് നഥനയേലിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അത് യേശു കണ്ടു. അതൊരു യാഥാർത്ഥ്യം. ഞാൻ ചെയ്തത് കണ്ടല്ലോ, ഇവൻ സാക്ഷാൽ ദൈവമാകുന്നു എന്ന് നഥനയേൽ വ്യക്തമായിട്ട് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്തോത്രം, നീ സാക്ഷാൽ ദൈവമാകുന്നു എന്ന് സാക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്താണ് മറുപടി പറഞ്ഞത്? യോഹന്നാൻ 1:49 മുതൽ വാക്യം അയച്ച് 49 മുതൽ 50-51 വരെ. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തു വലിയൊരു സാക്ഷ്യമാണ് പറയുന്നത്. നീ ഇതിനേക്കാൾ വലിയത് കാണും. യു വിൽ സീ ഗ്രേറ്റർ തിങ്സ് ദാൻ ദിസ്. ഞാൻ ആരാണെന്ന് നീ കൂടുതൽ അറിയാൻ പോകുന്നേ ഉള്ളൂ. നീ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്നോട് ചേർന്ന് നടക്കുമ്പോൾ കാണുമെന്നുള്ളത് ഇപ്പോൾ നീ വേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല, അറിയാൻ പോകുന്നതേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നഥനയേൽ നടന്നു. അത്ഭുതങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു. അവൻ വാച്യാർത്ഥത്തിൽ തെളിയിച്ചു നിഷ്കളങ്കതയുടെയും ഹൃദയ പരമാർത്ഥതയുടെയും ഒരു വിളനിലമാണ് നഥനയേൽ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കൊണ്ട് ജീവിച്ച് കാണിച്ചു. ഞാൻ എന്തിനാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത്? അതിമനോഹരമായിരിക്കുന്ന ഒരു ദൈവിക പ്രകൃതിയാണ് കാപട്യമില്ലാത്ത ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇവനിൽ കപടമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങിയാൽ പോരാ,
ഇന്ന് അനേക വ്യക്തി ജീവിതങ്ങളിൽ കാണുന്നത് ഒരു ഡുവൽ പേഴ്സണാലിറ്റിയാണ്, ഒരു ഡിവൈഡഡ് പേഴ്സണാലിറ്റിയാണ്. പുറമേ ഭംഗിയായി അഭിനയിക്കാൻ അറിയാം. ഞാൻ ലജ്ജ കൂടാതെ പറയുകയാണ്, അഭിനയിക്കാൻ എനിക്കറിയാമായിരുന്നു. വളരെ നല്ല പിള്ളയായി ജീവിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ കൊള്ളാവുന്നവനായി വിളങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതിൽ കുറേ ജയിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ശ്രേഷ്ഠനായ ദൈവദാസനിൽ കൂടി, ആത്മാവിൻ്റെ വിവേചനമുള്ളതായ ദൈവദാസനിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വിരൽ ചൂണ്ടി പറഞ്ഞു, നീ അഴുക്കിൽ കിടക്കുന്ന ഒരു പന്നി പോലെയാണ് എന്ന്. അഹങ്കാരിയായിരിക്കുന്ന എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു, അതേ കർത്താവ് എന്ന് അംഗീകരിക്കുവാൻ, ആ ചെളിയെ കഴുകുവാൻ, പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കുവാൻ, കഴിവുള്ള കുഞ്ഞാടിൻ്റെ തങ്കച്ചോര വാർന്നൊലിക്കുന്ന ആ ക്രൂശിൻ ചോട്ടിലേക്ക് അഭയം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നു. എന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, എൻ്റെ അകവും കൂടി ഒന്ന് കഴുകണം. ഞാൻ അകത്ത് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ബാഹ്യമായി വെളിപ്പെടാവൂ. ഒരഭിനയവും വരരുത്. ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ആന്തരികമായും ബാഹ്യമായും സമ്പൂർണ്ണ വിശുദ്ധിയുടെ ഉടമയായി നിന്നുകൊണ്ട് ദൈവദിനം സാക്ഷിക്കണമെന്നാണ് ആഗ്രഹം. നഥനേലിനെ പോലെ നമുക്കും ഒരു സർട്ടിഫിക്കറ്റുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. രണ്ടാമത് സാക്ഷി ലഭിച്ച വ്യക്തി ആരാണ്? യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്തെ ചാരിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ മാറിൽ ചാരിയതായ ശിഷ്യൻ. യേശു സ്നേഹിച്ചു, യേശുവിൻ്റെ മാറിൽ ചാരി. സ്നേഹത്തിൻ്റെ ആത്മാർത്ഥമായ ആർദ്രമായ ഒരു ബന്ധത്തെ ആണ് അത് സൂചിപ്പിക്കുന്നത്. ഇതിനേക്കാൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടോ? യേശു നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ച് എടുത്തു പറയുകയാണ്, യേശു സ്നേഹിച്ച ശിഷ്യൻ. അത് ഒരിടത്ത് മാത്രമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ തൻ്റെ വിനയഭാവം കൊണ്ട് അതാരാണ് എന്ന് പേരെടുത്ത് പറയുന്നില്ല എങ്കിലും പലയിടത്തും ആ ഒരു യോഗ്യത വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ 19:26, 20:2, 19:26. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്. ദൈവത്തിന് സ്തോത്രം. ക്രൂശിന്റെ ചുവട്ടില് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ പിടഞ്ഞു മരിക്കുന്ന രംഗമാണ്. താഴെ ആര് നിൽക്കുന്നു? തമ്പുരാനെ പറ്റിയ അമ്മ. കൂടുതൽ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യന് നിൽക്കുന്നത് കണ്ടിട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. ശീമോൻ പത്രോസും യോഹന്നാൻ അവിടെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടതായ മഗ്ദലക്കാരും അറിയാം. ഓടി വന്ന് ശീമോൻ പത്രോസിനോടും താൻ സ്നേഹിച്ച ശിഷ്യനോടും പ്രിയപ്പെട്ട ശിഷ്യനോടും, അതാരാന്ന് പറയുന്നില്ല. പിന്നീട് പത്രോസ് ശ്ലീഹ, യോഹന്നാൻ ശ്ലീഹ കൂടി അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് കല്ലറയിലേക്ക് ഓടി. ദൈവമക്കളെ, ഈ ഒരു സാക്ഷി നമുക്കൊന്ന് പ്രാപിക്കണ്ടേ? ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അന്ന് യോഹന്നാൻ ശ്ലീഹ ചാരിതായ മാറ് ഇന്ന് തുളയ്ക്കപ്പെട്ട മാറുവാണ്. അത് കുന്തമേറ്റ മാറുവാണ്. അത് രക്തം വാർന്നൊലിക്കുന്ന മാറുവാണ്. ആ മാറിടം ഇന്നും നമുക്ക് വേണ്ടി സജീവമാണ്. ആ തുളയ്ക്കപ്പെട്ട മാർവിൽ, തിരക്തം വാർന്നൊലിക്കുന്ന മാർവിൽ സഹോദരി സഹോദരന്മാരെ നമുക്കൊന്ന് ചാരണ്ടേ? അത് പറയാൻ എനിക്ക് പേടിയാണ്. ഹല്ലേലൂയ. ഒരു സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാനുള്ളതായ ഈ യോഗ്യതയുടെ കണിക പോലും എനിക്കില്ല. പക്ഷേ എനിക്കൊരു യോഗ്യതയുണ്ട്. ഞാൻ പാപികൾ പ്രധാനിയാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നല്ലവരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ജീസസ് കെയിം ടു ദിസ് വേൾഡ് ടു സീക്ക് ആൻഡ് സേവ് ദാറ്റ് വിച്ച് ഈസ് ലോസ്റ്റ്, ദാറ്റ് വിച്ച് ഈസ് റോട്ടൺ. ഹല്ലേലൂയ. ദുർഗന്ധം അമിക്കുന്നതായ കൊടും പാപികളെ തേടി വന്ന് തോളിലേന്തി രക്ഷപ്പെടുത്തുന്ന കാൽവറിയിലെ സ്നേഹം ഇന്ന് നിങ്ങളെയും തേടി വന്നിരിക്കുകയാണ്.
ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിട്ടുപിരിയാത്തതായ ഒരു സ്നേഹം. വായിച്ച് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം. 14-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ പല രംഗങ്ങളിലും ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ വിട്ടു ഓടിപ്പോയതായ സമയം നമുക്ക് ഒന്ന് വായിക്കാം. 14:50. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഓടി അടുത്തു ആര്? യോഹന്നാൻ ശ്ലീഹ. യോഹന്നാൻ ശ്ലീഹയെ നമുക്ക് കാണുവാൻ സാധിക്കും. വേറെ ആരുടെയും പേരവിടെ കാണുന്നില്ല. ക്രൂശിൻ ചോട്ടിൽ നിൽക്കുന്ന കാഴ്ചയിൽ തമ്പുരാനെ പറ്റി അമ്മയോട് ചേർന്ന് യോഹന്നാൻ ശ്ലീഹ നിൽക്കുകയാണ്. എന്ത് മനോഹരമായ രംഗമാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തലയായിച്ച് ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് കേൾക്കുന്നത്. വായിച്ചേ 19-ാം അധ്യായം എടുത്ത് യോഹന്നാൻ 19. യോഹന്നാൻ 19:26-27. ആ ശബ്ദം എത്ര മനോഹരമാണ് ദൈവമക്കളെ. 19:26-27. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് ക്രൂശിൻ ചോട്ടിൽ നിൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്നു. വായിച്ചു. സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹായെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഇതാ നിന്റെ മകൻ. അടുത്ത വാക്യം. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ഏൽപ്പിച്ചു കൊടുക്കാൻ കൊള്ളാവുന്നൊരു ശിഷ്യനുണ്ട്. മകൻ പറയുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, താങ്ങും തണലുമായിരുന്ന ഞാൻ പെറ്റു വളർത്തിയതായ അമ്മയെ വിട്ടിട്ട് ഇപ്പോൾ പോവുകയാണ്, മരിക്കുകയാണ്. ഭൂമിയിൽ ഒരാളെ ഏൽപ്പിക്കാൻ കണ്ടതാരെയാണ്? യോഹന്നാൻ ശ്ലീഹായാണ്. എന്ത് മനോഹരമായിരിക്കുന്ന രംഗം. കർത്താവായ യേശുക്രിസ്തുവിന് എന്തൊരു വലിയ ആശ്വാസം. ദൈവത്തിന് സ്തോത്രം. എന്തു വലിയ സ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തുവിന് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിച്ചത്. എന്തുമാത്രം തിരികെ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് കർത്താവിന് സ്നേഹം കിട്ടി. വെറുതെ ആയില്ല ദൈവമക്കളെ. യോഹന്നാൻ ശ്ലീഹായെ പത്മോസിലേക്ക് നാട് കടത്തി. എല്ലാം തീർന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ വിചാരിച്ചത്. പക്ഷേ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതായ ആ ദ്വീപിൻ്റെ നടുക്ക് ഏകാഗിയായി കഴിയുമ്പോൾ കർത്താവ് അവിടെ എത്തി. സ്വർഗീയമായിരിക്കുന്ന വെളിപ്പാടുകൾ യോഹന്നാൻ ശ്ലീഹായ്ക്ക് നൽകി. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ വ്യക്തമായി കാണുകയാണ്. വായിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. വെളിപ്പാട് 1:10. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദാൽഫിയ. സ്വർഗീയമായിരിക്കുന്ന വെളിപ്പാട് അരുളപ്പാടുകളായി നൽകാനായിട്ട് കർത്താവായ യേശുക്രിസ്തു പരമേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, ഏറ്റവും ഒടുവിൽ മരിച്ച ശിഷ്യൻ, സ്വാഭാവിക മരണം പ്രാപിച്ച ഒരേ ഒരു ശിഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ശിഷ്യഗണത്തിൻ്റെ ഉൾസംഘത്തിൽ ഇന്നർ ഫെലോഷിപ്പിൽപ്പെട്ടയാൾ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർന്ന വ്യക്തി. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ഞാനിത് സംസാരിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു വരുന്നൊരാഗ്രഹം, ആ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനെ സ്വർഗ വീട്ടിൽ ചെന്ന് ഒന്ന് കാണണ്ടേ. അതിന് നമ്മുടെ പക്ഷത്ത് നിന്ന് വരേണ്ട ഒരൊറ്റ കാര്യം എന്നറിയാമോ? ഞാൻ തുറന്ന് നിങ്ങളോട് പറയട്ടെ, എൻ്റെ പണം വേണ്ട കർത്താവിന്, എൻ്റെ ആരോഗ്യമൊന്നും വേണ്ട, എൻ്റെ കഴിവൊന്നും വേണ്ട. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടത് ഹൃദയം നിറഞ്ഞ നിഷ്കളങ്കമായ നിസ്വാർത്ഥ ത്യാഗോജ്വല സ്നേഹമാണ്. പിതാവാൻ ദൈവം ഏകജാതനെ നമുക്ക് നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. പുത്രനാം ദൈവം ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവ് ദൈവം സത്യവചനം തന്ന് സ്നേഹിച്ച് നമ്മെ നടത്തുന്നു. ഇനി ദൈവത്തിന് തിരികെ ആവശ്യമായിരിക്കുന്ന എൻ്റെ കഴിവോ തൻ്റെ ഇടമോ പണമോ എൻ്റെ വാഹനങ്ങളോ ഒന്നുമല്ല, ആവശ്യമായിരിക്കുന്ന ഹൃദയം നിറഞ്ഞ സ്നേഹമാണ്. യോഹന്നാൻ്റെ മകനായ ശീമോനെ, ഉയർത്തെന്നേറ്റ് ഞാൻ എന്നെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോന്നതായി നിൻ്റെ അടുക്കലേക്കിപ്പോൾ ഉണങ്ങാത്ത കാലുകളുമായി, ആണിപ്പഴുതുള്ള കാലുകളുമായി നടന്നെടുത്ത് വന്നിരിക്കുന്ന മറ്റൊന്നിനുമല്ല, ഇവയെക്കാളെല്ലാം അധികമായി സ്നേഹിക്കുന്ന
ഒരു സ്നേഹം എനിക്ക് തിരികെ കിട്ടണം. ദൈവമക്കളെ, അവൻ്റെ കാലത്തിൽ നിങ്ങൾക്കൊന്ന് വീഴാമോ? ഈ സ്നേഹം ഒന്ന് തിരികെ കൊടുക്കാമോ? കർത്താവ് ഒന്ന് ആശ്വസിക്കട്ടെ, കർത്താവ് ഒന്ന് സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഈ ലോകത്തിന് വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പിരിയാത്ത സ്നേഹം, മാറാത്ത സ്നേഹം, ദൈവത്തിന് ത്യാഗോചിതമായിരിക്കുന്ന സ്നേഹം, ജീവൻ നൽകി സ്നേഹിച്ചവന് വേണ്ടി മരിക്കാൻ തക്കതായിരിക്കുന്ന സ്നേഹം. ആ ഒരു സ്നേഹം കർത്താവിനോട് നിങ്ങളുടെ ഉള്ളത്തിൽ കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാക്കെൻ്റെ കർത്താവിനോട് പറയാമോ? കർത്താവേ, ഇപ്പോൾ ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. ഈ ലോകത്തിൽ ആരെക്കാളും എന്തിനേക്കാളും ഏതിനേക്കാളും എനിക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന് സ്നേഹിച്ച യേശുവേ, ഞാൻ നിന്നെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു. ഇതൊരു പിരിയാത്ത സ്നേഹമാണ്, ഇതൊരു പിരിയാത്ത ബന്ധമാണ്. ഞാൻ പറയും, സ്വർഗമെന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ രാജ്യമാണ്. ആ സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ എത്തണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുമായിട്ട് ഒരു പിരിയാത്ത സ്നേഹബന്ധം നിങ്ങൾ സ്ഥാപിക്കണം. 1 നഥനയേൽ, 2 യേശു സ്നേഹിച്ച ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ. 3-ാമത്തെ കാര്യം നമുക്ക് വായിക്കാം, മത്തായി 8:10. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ പറയുന്ന ഒരു ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. മത്തായി 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, 5-ാമത്തെ വാക്യത്തിൽ പറയും, അവൻ കപ്രഥഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് സൗഖ്യമാക്കാനായിട്ട് കർത്താവ് ഇടപെടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശതാധിപനാണ്, കർത്താവിനൊന്നും കൂടുതൽ പരിചയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. രോഗി ശതാധിപൻ്റെ ബാല്യക്കാരനാണ്, സ്വന്തം കുടുംബത്തിലെ ആരുമല്ല, വേലക്കാരനാണ്. അവനൊരു അടിമയായിരിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ കഠിനമായ രോഗത്തിലാണ്. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് വൈദ്യശാസ്ത്രമെല്ലാം കൈവിട്ടു, മരിക്കുമെന്ന് ഉറപ്പായി. കർത്താവായ യേശുക്രിസ്തുവോട് സംസാരിക്കുമ്പോൾ തന്നെ മരിക്കുകയും ചെയ്തല്ലോ. പക്ഷെ അവൻ പറയുന്നതുമായി ലൂക്കോസിന്റെ സുവിശേഷം കൂടി എടുത്ത്, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും ആ കാര്യം പറയുന്നുണ്ട്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു വലിയ സാക്ഷ്യവചനമാണ് അവനെക്കുറിച്ച് നൽകുന്നത്. ശതാധിപൻ്റെ വലിയ വിശ്വാസം, ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. സോ ഗ്രേറ്റ് എ ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നറിയാമോ? അങ്ങ് വീട്ടിൽ ശതാധിപൻ്റെ ഭവനത്തിൽ രോഗിയായി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ബാല്യക്കാരൻ്റെ കാര്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൂരെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, സൗഖ്യം എത്തുമെന്നുള്ളതായ അചഞ്ചലമായ വിശ്വാസം. ലൂക്കോസ് 7:2 വായിച്ച്, 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വായിച്ചു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു വാക്ക്. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് മരണത്തിൻ്റെ മേൽ ജയം നൽകുവാൻ കഴിവുള്ളവനാണെന്നുള്ള വിശ്വാസം ശതാധിപൻ്റെ അന്തരംഗത്തിൽ അങ്കുരിച്ചു. സഹോദരന്മാരെ, ഞാൻ കുറ്റം പറയുകയല്ല. നിങ്ങൾ എത്ര നാൾ കർത്താവിനെ കുറിച്ചുള്ളതായ വാക്കുകൾ, വചനങ്ങൾ കേട്ടു? വിശ്വാസത്തിൻ്റെ വിത്ത് വീണ് മുളച്ച് ഫലം കായ്ക്കുന്നുണ്ടോ? ഇന്നും അനേകർ അവിശ്വാസികളല്ലേ? ഇന്ന് നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ ശക്തിയുടെ വ്യാപാരത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കുഞ്ഞാടിൻ രക്തം സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്ന തങ്കച്ചോരയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടോ? കർത്താവായ യേശുക്രിസ്തു പോയതുപോലെ തന്നെ സ്വർഗം ഒരുക്കിയ ശേഷം വീണ്ടും വരുമെന്നുള്ള വിശ്വാസമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ശതാധിപന് ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള സാക്ഷ്യം ലഭിക്കാൻ കാരണം അറിയാം. ദൈവത്തിന്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. കർത്താവായ യേശുക്രിസ്തു വന്ന് സൗഖ്യം തരാമെന്ന് അങ്ങോട്ട് പറയുന്ന സമയത്ത് തന്നെത്താൻ നോക്കിയിട്ട് പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
ഞാൻ കാണുന്ന മറ്റൊരു യോഗ്യത, എല്ലാവരും അടിമകളെ വളരെ നിന്ദ്യവസ്തുവായിട്ട് കാണുന്ന സമയത്ത് സ്വന്തം മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഈ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനു വേണ്ടി സ്നേഹം വേദനിച്ചപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എൻ്റെ പ്രിയദാസൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാവരോടുമുള്ളതായ സ്നേഹം, കർത്താവിനോടുള്ളതായിരിക്കുന്ന ഭയഭക്തി, വിശ്വാസം, ദൈവത്തിൻ്റെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി സൗഖ്യമാകുന്നുള്ള വിശ്വാസം. കാരണം ഞാനൊരു ശതാധിപനാണ്, എൻ്റെ കീഴിൽ പട്ടാളക്കാരുണ്ട്, അവരോട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അവരനുസരിക്കുന്നു, കേൾക്കുന്നു, അപ്രകാരം ചെയ്യുന്നു. അതുപോലെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, കാരണം നീ അധികാരമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വരെയൊന്നും വരണമെന്നില്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചു, അവിടെ അത്ഭുതം നടന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു അത്ഭുതകരമായ രംഗം, ഇവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, അത് കണ്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു സാക്ഷിക്കുന്ന എന്താണ്? ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സഹോദരനോട് നീ പൊക്കോളാൻ പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ്, അനുസരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ്. കർത്താവ് വ്യക്തമായിട്ട് മാർത്തയോടും മറിയോടും പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ഇപ്പോൾ വിശ്വാസത്തോടെ അവൻ്റെ അടുക്കിലേക്ക് വരിക. ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. ഞാൻ യോഗ്യനല്ല, മറ്റുള്ളവർ പറഞ്ഞു അവൻ ഞങ്ങൾക്കൊരു പള്ളിയൊക്കെ തീർത്ത് തന്നിട്ടുണ്ട്, അത് ചെയ്തു കൊടുക്കാൻ യോഗ്യനാണ് എന്ന് ഒന്ന് രണ്ട് യോഗ്യതകൾ മറ്റുള്ളവർ ഈ ശതാധിപനെ കുറിച്ച് പറയുമ്പോൾ തന്നെത്താൻ നോക്കുന്ന എന്താണ്? എനിക്ക് യോഗ്യതയില്ല, എനിക്ക് യോഗ്യതയില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ശക്തിയുടെ വ്യാപാരത്തിൽ വിശ്വസിച്ചുകൊണ്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ടും ചെന്നാൽ ഇപ്പോൾ ഇവിടെ അത്ഭുതം നടക്കും. നിങ്ങൾക്ക് എന്താണ് കർത്താവിൽ നടന്നു കിട്ടേണ്ടത്? നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. പാപസൗഖ്യമാണോ? രോഗസൗഖ്യമാണോ? ശാപം മുറിയണമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആത്മീയവും ഭൗതികമായ ഏത് കാര്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതം നടക്കുവാൻ തക്കവണ്ണം എനിക്ക് ഒരേ ഒരു യോഗ്യത മതി, സമ്പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസം നമ്മൾ ക്രൂശിൽ അർപ്പിക്കുക. ദൈവത്തിൻ്റെ ശക്തി നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ.